തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിക്കപ്പെടലുമെല്ലാം സർവ്വസാധാരണമായിരുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. പരിശുദ്ധമായ പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 7ാമത്തെ ഞായറാഴ്ചയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ കർത്താവായ യേശു തമ്പുരാൻ ഒരുപക്ഷെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ചില ധാരണകളെ തെറ്റാണെന്ന് തിരിച്ചറിയുവാനും ചില തെറ്റിദ്ധാരണകളെ തിരുത്തുവാനുള്ള ഒരവസരവും നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് ഏവെങ്കേലിസ്റ്റിന് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളാണ്. അവനൊരു ഭവനത്തിൽ ആയിരിക്കുമ്പോൾ ആ ഭവനം നിറച്ച് ആൾക്കാരാണ്. അവൻ്റേതായ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് സുവിശേഷകൻ പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് തുടങ്ങുകയാണ്. ആദ്യമേ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഓർക്കാം. ഈ വേദഭാഗത്ത് സുവ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ഭവനത്തിൽ നിറച്ചാളായിരുന്നു. എന്നാൽ ആ ആൾക്കാരുടെ ഹൃദയങ്ങളിലൊന്നും ദൈവമില്ലായിരുന്നു. ഞാനും നിങ്ങളും ആരാധനയ്ക്കായി ദൈവഭവനത്തിലേക്ക് കടന്നു വരുന്നവരാണ്. ആരാധനാലയങ്ങളിലെ ജനസമ്പത്തും വർദ്ധിക്കുമ്പോൾ എവിടെയാണ് കൂടിയിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് ചിന്തിക്കണം. അപ്രകാരം ഒരു ചിന്തയുടെ പരിണിത ഫലമാണ് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സഭാജീവിതത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. കാരണം ഇവിടെ അവൻ കടന്നു വന്നിരിക്കുന്ന ആ ഭവനത്തിൽ അവൻ്റെ ചാർച്ചക്കാരുണ്ടായിരുന്നു. യെരൂശലേമിൽ നിന്നെത്തിയ ശാസ്ത്രിമാരും ഉണ്ടായിരുന്നു. അവർ രണ്ടു കൂട്ടരും പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെ ഫലിപ്പിക്കാൻ ശ്രമിച്ചതുമായൊരു കാര്യമുണ്ട്, ഇവനിൽ ദുരാത്മാവുണ്ട്. ബേൽസെബൂബിനെ കൊണ്ടാണ് ഇവൻ ദുരാത്മാക്കളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് കർത്താവായ യേശു തമ്പുരാൻ ഒരു ഉപമ അവരോട് പറയുന്നത്. ആ ഉപമയുടെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ: തന്നിൽ തന്നെ ചിത്രിക്കുന്നവന് ഒരു കാലത്തും നിലനിൽപ്പാൻ കഴിയുകയില്ല. അവസാനം ക്രിസ്തു പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ എവിടെയോ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ അറിയാതെയെങ്കിലും അശുദ്ധാത്മാവെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ ആ പാപത്തിന് ക്രിസ്തു നൽകുന്ന വിശേഷണം ഇതാണ്: അതൊരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വേദഭാഗം ഇന്നിൻ്റെ ലോകത്തോട് സംവേദിക്കുന്ന എന്താണ് എന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്, തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് തെറ്റിദ്ധാരണ. തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് തെറ്റിദ്ധാരണ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇവിടെ ക്രിസ്തുവിനെ അവർ തള്ളിപ്പറഞ്ഞു എന്നതിനേക്കാൾ അവരെ ന്യായം വിധിക്കുവാൻ ക്രിസ്തു ഉപയോഗിക്കുന്നത് അവൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായി തെറ്റിദ്ധരിക്കുകയാണ്. എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനായി എതിരെയുള്ള പാപം മാത്രം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ, നമ്മുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില വിധികൾ നമ്മൾ തീർപ്പാക്കാറുണ്ട്. ചില മനുഷ്യർക്ക് ചില തലക്കെട്ടുകൾ നമ്മൾ നൽകാറുണ്ട്. ചില സമൂഹങ്ങൾക്ക് ചില ചെല്ലപ്പേരുകൾ നമ്മൾ എഴുതി വെക്കുവാറുണ്ട്. എന്നാൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവൃത്തിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നത്? കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ കൂടി വന്നവരോടെല്ലാം പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാൻ ചെയ്തതെങ്കിലും കണ്ട് നിങ്ങൾ വിശ്വസിപ്പീൻ. കാരണം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ കേട്ട ഒരു ആഹ്വാനമുണ്ട്: ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ദൈവരാജ്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് വളരുവാൻ കാംക്ഷിക്കുന്ന ഏതൊരു വിശ്വാസിയും, ഏതൊരു ശിഷ്യനും പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്, അത് വിവേചനത്തിൻ്റെ ആത്മാവാണ്. എന്താണ് ഇത്രമാത്രം ഈ ലോകത്തിൽ വിവേചിച്ചറിയുവാനുള്ളത്? നമ്മുടെ സമസൃഷ്ടികളിലും നമ്മുടെ ജീവിത പരിസരങ്ങളിലും
നമ്മളോട് സംവേദിക്കുന്ന, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് സഹായിയായി തുണ നിൽക്കുന്ന ദൈവാത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അവിടെയാണ് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കിടയാകുന്നത്. രണ്ടാമതായി, കർത്താവായ യേശു തമ്പുരാൻ വലിയൊരു ചതിക്കുഴിയെ പറ്റിയാണ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ആ ചതിക്കുഴി ഇത്രയേ ഉള്ളൂ: മൂല്യങ്ങളെ മാലിന്യങ്ങളായി ചിത്രീകരിക്കുന്ന ഈ ലോകത്ത് യഥാർത്ഥ മൂല്യത്തെ സ്വീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. മൂല്യങ്ങളെ മാലിന്യമായി ചിത്രീകരിക്കുന്ന ഈ ലോകത്ത് യഥാർത്ഥ മൂല്യങ്ങളെ സ്വായത്തമാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. കാരണം ഇവിടെ ക്രിസ്തു സംസാരിച്ചു തുടങ്ങിയതെല്ലാം രക്ഷയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചുമാണ്. എന്നാൽ എവിടെയാണ് ആ മൂല്യങ്ങളെ അവർ സാത്താൻ്റെ മൂല്യമെന്ന തലക്കെട്ടോടുകൂടി ഉപേക്ഷിച്ച് കളയുവാൻ ശ്രമിക്കുകയാണ്? പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ പലപ്പോഴും അത് മണ്ടത്തരമാണെന്ന് ഈ ലോകം നമ്മളോട് പറയും. ഈ ലോകം ക്ഷമയെ പലപ്പോഴും ബലഹീനതയായിട്ടാണ് ചൂണ്ടിക്കാണിക്കാറ്. വിശുദ്ധ ജീവിതവും ആത്മീയതയും എല്ലാം പഴങ്കാല കൃതികളാക്കി മാറ്റിവെക്കുന്ന ഇന്നിൻ്റെ ലോകത്ത് ക്രിസ്തു നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്: മൂല്യങ്ങളെ മാലിന്യങ്ങളായി കണക്കുവാക്കാനുള്ളതല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്: നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, എവിടെയാണ് ഛിദ്രമുണ്ടാകുന്നത്? അത്തരമൊരു ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ സാധിക്കാത്തവൻ്റെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്ക് മാലിന്യത്തിൻ്റെ പോലും വില കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ ക്രിസ്തു പറയുകയാണ് ഛിദ്രമുണ്ടാകും. ആ ഛിദ്രം നമ്മളെ നശിപ്പിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ബലമേറി പിടിച്ചിരിക്കുന്ന ചില സാത്താൻ്റെ പ്രവർത്തനങ്ങളെ നീക്കുവാൻ അതിലും ശക്തനായവന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവൻ്റെ ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എനിക്ക് നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.